ബിരിയാണിയുടെ ഹൈ കലോറിയും ഓയിൽ കണ്ടന്റും കാരണം ബിരിയാണി ഒഴിവാക്കിയവരാണോ നിങ്ങള്? ഒരു തുള്ളി ഓയിൽ പോലും ഇല്ലാതെ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഓയിൽ ഇല്ലാന്ന് മാത്രല്ല ട്ടോ, ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. 500 ഗ്രാം ബോൺലെസ് ചിക്കൻ കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ചിക്കൻ ബ്രസ്റ്റ് പീസ് ചിക്കൻ ലെഗ് പീസിനേക്കാൾ കാലറി കുറവും പ്രോട്ടീൻ കൂടുതലും ഫാറ്റ് കുറവുള്ളതാണ്. ചിക്കൻ മാരിനേഷൻ ആണ് ഈ ബിരിയാണിയിലെ പ്രധാന സ്റ്റെപ്പ്. ചിക്കനിൽ തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളകുപൊടി, മഞ്ഞപ്പൊടി, ഗരം മസാലപ്പൊടി, ബിരിയാണി മസാല, 2 ഉള്ളി ചെറുതായി കനം കുറഞ്ഞരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി, ഒരു പിടി മല്ലിച്ചപ്പ്, പുതിന, ചെറുനാരങ്ങ നീരും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കൈകൊണ്ട് ഇവയെല്ലാം നന്നായിട്ടൊന്ന് കൂട്ടി തിരുമ്മി വെക്കാം. ഈ ഒരു സ്റ്റെപ്പ് തലേന്ന് ചെയ്തു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചുരുങ്ങിയതൊരു 30 മിനിറ്റെങ്കിലും ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരി വേവിക്കുന്നതിനായി ഒരു പാത്രത്തിൽ വെള്ളം തിളച്ചു വരുമ്പോൾ ഏലക്ക, പട്ട, ഗ്രാമ്പു ഇവയും ഉപ്പും ചേർത്ത് 250 ഗ്രാം ബസ്മതി അരി കഴുകി 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷമാണ് ആഡ് ചെയ്യണേ. അരി ഒരു 70% വേവാകുന്നത് വരെ വേവിച്ചാൽ മതി. അതിനൊരു ഏകദേശം 7 മിനിറ്റ് സമയമെടുക്കും. ആ സമയം കുറച്ച് ചൂടുവെള്ളത്തിൽ കുങ്കുമം ഒന്ന് അലിയിക്കാൻ വെക്കാം. ബിരിയാണിയുടെ കളറിനായി നമ്മൾ കുങ്കുമമാണ് ഇവിടെ യൂസ് ചെയ്യണത്. 7 മിനിറ്റിന് ശേഷം അരി ഇതവിടെ ഒരു 70% വെന്ത് കിട്ടിയിട്ടുണ്ട്. അരി വേവിച്ച വെള്ളത്തിൽ നിന്ന് ഒരു 1/2 കപ്പ് വെള്ളം മാറ്റി വെച്ച് നമുക്ക് ഈ ചോറ് ഊറ്റിയെടുക്കാം. ഇപ്പൊ മെയിൻ പണികളൊക്കെ കഴിഞ്ഞിട്ടോ, ഇനി ദമ്മിടല് മാത്രമാണ് ഉള്ളത്. ദമ്മിടാനുള്ള പാത്രത്തിൽ 1/2 ടീസ്പൂൺ നെയ്യ് തടവി ആദ്യത്തെ ലെയറായി ചിക്കൻ വെക്കും. ചിക്കന് മുകളിലൂടെ നമ്മൾ അരി വേവിച്ചപ്പോൾ മാറ്റി വെച്ച വെള്ളമല്ലേ, അതൊന്ന് ഒഴിക്കണം കേട്ടോ. ഞാനത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒഴിച്ചത്. പിന്നെ അതിന് മുകളിൽ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ചോറൊന്ന് ലെയർ ചെയ്തെടുക്കാം. അവസാനമായി നമ്മൾ കുങ്കുമം കുതിർത്ത് വെച്ച വെള്ളവും കുറച്ച് ഗരം മസാല പൊടിയും മല്ലിച്ചപ്പ് പുതിനയും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതൊരു അലുമിനിയം ഫോയിൽ കൊണ്ട് നന്നായി കവർ ചെയ്ത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 20 മിനിറ്റ് ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 15 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ട് വേണേ ദമ്മ് പൊട്ടിക്കാൻ. ഒരു തുള്ളി ഓയിൽ പോലും ഇല്ലാതെ ഈസിയായി ഹെൽത്തിയായി ബിരിയാണി ഉണ്ടാക്കാന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ. അപ്പം നമ്മൾ ആലോചിക്കും എന്തിനാണ് കുറേ ഓയിലിൽ ഉള്ളി വാട്ടി സമയവും ആരോഗ്യം നശിപ്പിച്ചതെന്ന്. കാരണം ഓയിലില്ലാന്ന് വെച്ച് ടേസ്റ്റിൽ യാതൊരു കുറവുമില്ല. മാത്രമല്ല ബിരിയാണി കഴിച്ചുള്ള ക്ഷീണം ഇത് കഴിച്ചാൽ ഉണ്ടാവില്ല. ഹെൽത്തി ഈറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പോർഷൻ കൺട്രോൾ ആണല്ലോ. ഈ ബിരിയാണിയുടെ കൂടെ കുറച്ച് സാലഡും തൈരും കൂടെ ചേരുമ്പോൾ ഇതൊരു ബാലൻസ്ഡ് പ്ലേറ്റ് ആവും.